എല്ലാവരും കയ്യിൽ ബൈബിൾ എടുക്കാം, കണ്ണടയ്ക്കാം. ഡയലോഗുകൾ ബൈബിൾ നടത്തേണ്ടി വരാം. കർത്താവേ, അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു, സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ആയിരിക്കുന്നു. നീ എൻ്റെ ദൂതന്മാരോട് വന്നതിനായി സ്തോത്രം. നിന്റെ മകൻ സങ്കീർത്തനം വായിക്കുമ്പോൾ നിന്റെ മകൻ്റെ വായിന്ന് തീ പുറപ്പെടുവാൻ സലാരിവി ഉസ്പനി ജനങ്ങളത് ഏറ്റെടുക്കുമ്പോൾ അവരെ വായിക്കാത്തോട് തീ കയറിപ്പോകും. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. സഭയാകുന്ന കുടുംബത്തിൽ ഓരോ കുടുംബങ്ങളിലും യേശുവിൻ്റെ രക്തം തളിക്കും. എല്ലാ കട്ടളപ്പടികളിലും ഇത് കുഞ്ഞാടിൻ്റെ രക്തം, ജീവരക്തം. കുടുംബങ്ങൾ ഈ 2026 പച്ച പിടിക്കേണ്ടതാണ്. പഴുത്ത ഇലകളെല്ലാം ഇനി പച്ചയിലേക്ക് തിരിയട്ടെ, യബോധനരിക്കട്ടെ. തോറ്റതെല്ലാം ജയമായി തീരുവാൻ, ഇത് സഭയുടെ കൊയ്ത്തും കൊള്ളയെന്നും അറിയപ്പെടുവാൻ, ദാരിദ്ര്യമെല്ലാം മാറി സമൃദ്ധിയും അനുഗ്രഹവും ഉയർച്ചയും അഭിഷേകവും ദർശനവും വെളിപ്പാടും സഭയിലെ തോരാതെ ആരാധന നടക്കട്ടെ. എല്ലാ സമയവും 24 മണിക്കൂർ അപ്പ ആരാധിക്കട്ടെ. അതിനായി ഇറങ്ങി വരണേ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. യേശുനാമത്തിൽ തന്നെ ആമേൻ. ലാലുങ്ങൾ 127 സങ്കീർത്തനം വായിക്കും. നമുക്ക് പ്രതിവായിക്കാൻ വായിക്കാം. അല്പത്തിനുള്ളിൽ പ്രൈസ് ദി ലോർഡ്. 127 സങ്കീർത്തനം ബാക്കി പ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. എല്ലാവരും എടുത്തത് വിശ്വസിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. മക്കൾ, യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലവും തന്നെ. അവയെ കൊണ്ട് ശിക്ഷഭാഗ്യവാൻ ശക്തോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. യഹോവയെ സ്തുതി. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്വതാവാൻ ദൈവം, നല്ല സമയത്തിനായി നന്ദിത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ആഴ്ചത്തിന്റെ 1-ാം ദിവസം വരെ അടുത്തായ കാര്യങ്ങൾ കൂടി വന്നു ഒരിക്കൽ കൂടി അങ്ങനെ സ്തുതിച്ചു വാഴ്ത്തി മാത്രപ്പെടുത്തുവാൻ തക്കണം കൃപയും ശക്തിയും ബലവും നൽകിയതിനാൽ സ്തോത്രം കർത്താവേ. കർത്താവെ, അവിടുത്തെ ഈ സങ്കീർത്തനങ്ങൾ നിങ്ങൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരുണയും കൃപയും കൂടി ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിനാൽ ഇതിന്റെ പൊരുളുകൾ എന്തെന്ന് തിരിച്ചു തരുവാൻ തക്കണം കൃപ നൽകണം. കർത്താവെ, ഇതിന്റെ കൈവശം ഒന്നുമില്ല. അവിടുത്തെ കൃപയും കരുണയുമായത് ഇരുന്നഴിനോട് പ്രബോധിപ്പിക്കുവാൻ തക്കണം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാവുന്ന കേട്ട കൃപക്കായി സ്തോത്രം. യേശുവിന്റെ വലിയ താഴ്മ അപേക്ഷിക്കുന്ന കൂടുതൽ നിൽക്കുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. നാം ഇന്നിവിടെ ഈ സങ്കീർത്തനം വായിച്ചു.
ഞാനങ്ങനെ ആയിട്ടൊന്നും അല്ല ഇവിടെ വന്നിരിക്കുന്നത്, എന്തെങ്കിലും പ്രബോധിപ്പിക്കുവാൻ തക്കവണ്ണം. പക്ഷെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി രാവിലെ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഇതിൽ നിന്ന് കുറച്ചൊക്കെ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. കുറച്ചൊക്കെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തക്കണം ഈ സങ്കീർത്തനത്തിന് കഴിഞ്ഞു. സങ്കീർത്തനത്തിൽ എന്ന് പറഞ്ഞാൽ വചനം ദൈവമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വചനം വായിച്ചാൽ നമുക്കതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും കിട്ടും. ഈ സങ്കീർത്തനക്കാരൻ ശലോമോന്റെ സങ്കീർത്തനം എന്നാണ് പറയുന്നത്. ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ഇതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നു? ഇതിന്റെ കാരണമെന്ന് പറഞ്ഞ്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ഇതിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. സർവ ലോകങ്ങളുടെയും ഭൂലോകങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഗ്രഹമണ്ഡലങ്ങളുടെയും സൃഷ്ടിതാവ് എന്ന് പറയുന്നത് യഹോവയായ കർത്താവാകുന്നു. നമുക്കൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച്, ഈ ബൈബിളിൽ തന്നെ പറയുന്നു, വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യമായിട്ടിരുന്ന അതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ ഒന്ന് കണക്കാക്കണം. ഇത് പൂർത്തിയാക്കുവാൻ കഴിവുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതാകുന്നു എന്ന് പരിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എത്ര കൂട്ടി വെച്ചെന്നാലും നമ്മളൊരു വീട് പണിയുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവസാനം വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 15 ആകും, പക്ഷെങ്കിൽ ചിലപ്പോൾ അത് 16 ആകും, ഇങ്ങനെ പോകുന്നു. പക്ഷെങ്കിൽ യഹോവ ഒരുത്തൻ്റെ ഒരു വീട് പണിയുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. യഹോവയിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, യഹോവയിൽ നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ചുമ്മാതുള്ള വിശ്വാസമല്ല, മനസ്സിന്റെ അകത്തളത്തിൽ നിന്ന് നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, കുരുങ്ങിക്കിടക്കുന്ന വലകൾ എങ്ങനെ അഴിഞ്ഞു മാറുമോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ അത് അഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം നമുക്ക് കർത്താവ് സഹായിക്കും. പക്ഷേ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. എങ്ങനത്തെ വിശ്വാസം? ഒരു കടുകുമണിയെ പോലുള്ള വിശ്വാസം. കടുമണിയുടെ കാതൽ എന്ന് പറഞ്ഞാൽ കടുമണി ചെറുതെങ്കിലും അതിനകത്ത് ഉള്ളിലൊരു കഴമ്പുണ്ട്. തേങ്ങ പോലെ കല്ല. തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകം പൊള്ളയാണ്, അതിനകത്ത് വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ കടുകുമണി എന്ന് പറയുന്നത് അതിന് സോളിഡാണ് അവസ്ഥ. അതുപോലത്തെ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിൽ നമ്മുടെ ഓരോ വഴികളും നമുക്ക് തുറന്ന് വരുവാൻ കഴിയും. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ദാവീദിനെ നമുക്ക് ഓർമ്മ വരും. ദാവീദിന്റെ വിശ്വാസത്തെ, ദാവീദിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ദാവീദ് പിന്നെ ഈ യെരുശലേമിന്റെ ഇസ്രായേലിന്റെ രാജാവിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് ശൗൽ ദാവീദിന്റെ ഭവനത്തിലേക്ക് വന്ന് ദാവീദിന്റെ അപ്പനോട് പറയുന്നു, നിന്റെ മകനെ വിളിക്കുക, ഞാനവനെ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേലിന്റെ രാജാവായി. ആദ്യം മൂത്തവനെ വിളിക്കുന്നു, ശൗൽ അവനെ റിജക്ട് ചെയ്യുന്നു. രണ്ടാമത്തവനെ വിളിക്കുന്നു, എല്ലാവരെയും വിളിച്ചു. എന്ന് പറഞ്ഞ്, ഇനി നിനക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, ഒരുത്തനുണ്ട്, അവനെക്കുറിച്ച് പറയത്തക്കതായിട്ടുള്ള അവൻ്റെ കൈ കാര്യങ്ങളൊന്നുമില്ല. കാരണം അവൻ ഡിഗ്രി ഉള്ളവനല്ല, കാണുവാൻ വലിയ സ്മാർട്ടോ 6 അടി ഉയരമോ ഉള്ളവനല്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവനെ വീട്ടുകാർ തഴഞ്ഞിട്ടിരിക്കുക. ദാവീദിനെ കുറിച്ച് പറയുന്നത് വീട്ടുകാർ തഴഞ്ഞിട്ടിരിക്കുന്നത് എന്തുവാ? വീട്ടുകാർ ഇവനെ കുറെ ആടിനെ കൊടുത്തിട്ടങ്ങ് കൊടുത്തു വിട്ടിരിക്കുക. എവിടെ? നീ അവിടെ കാണും കിടന്നു, എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് വരരുത്. 4 പേര് വന്നു കഴിഞ്ഞാൽ നിന്നെ അവരെ കാണിച്ച് എൻ്റെ മകനെന്ന് പറയുവാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതെനിക്കൊരു നാണക്കേടാണ്. പക്ഷേ ദാവീദിനെ കുറിച്ച് പറയുന്ന ഈ വേദപുസ്തകത്തിൽ എഴുതിയ സങ്കീർത്തനങ്ങളിൽ ഭൂരിഭാഗവും ഒരു പക്ഷെങ്കിൽ ദാവീദായിരിക്കുന്നത് കഷ്ടതയില്, ബുദ്ധിമുട്ടില്, പ്രയാസത്തില്, സന്തോഷത്തില് അവൻ കർത്താവിനെ പാടി വിശ്വസ്തയോടെ ആരാധിച്ചത് കൊണ്ട് അവൻ എന്ത് സംഭവിച്ചു? അവൻ ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് അഭിഷേകം ചെയ്തു. ഏറ്റവും നല്ല രാജാവ് എന്ന് പറയുന്നത് ശലോമോനേക്കാൾ നല്ലൊരു രാജാവ് ദാവീദായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ശലോമോന് അപ്പൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ശലോമോനെ ദൈവം അനുഗ്രഹിച്ചെന്നേ ഉള്ളൂ. ബുദ്ധി കൊടുത്തു, ജ്ഞാനം കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷെങ്കിൽ അവസാനം വന്നപ്പോൾ കർത്താവ് നേരത്തെ പറയുന്നുണ്ട്, നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അന്യദേവന്മാരെ ആരാധിക്കരുത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയെങ്കിലും അവസാനം വന്നെ അന്യഭാര്യമാരെ എടുത്തത് കൊണ്ട് അവൻ കർത്താവിൻ്റെ വഴി വിട്ട്
തിരിഞ്ഞുപോയി അവനവൻ്റെ സകലവും നശിപ്പിച്ചു. ഇപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, നമ്മൾ പരിപൂർണമായും ദാവീദിനെ പോലെ നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, തെറ്റുകളുണ്ടാകാം, കുറ്റങ്ങളുണ്ടാകാം, പക്ഷെങ്കിൽ അതെല്ലാം അനുദപിക്കുവാൻ, രട്ടെടുത്ത് വെണ്ണീരിൽ നിന്ന് അനുദപിക്കുവാൻ തക്കവണ്ണം നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച്, നമ്മുടെ പാപങ്ങളെ മോചിച്ച്, നമുക്ക് നേർവഴി തയ്ച്ച് നമുക്ക് ഒരു ഭവനം പണിയുവാൻ കർത്താവ് തന്നെ അത് പണിത് തരും. ഭവനമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ കാണുന്നതായിട്ട് മരങ്ങളും കല്ലുകളും കൊണ്ടുണ്ടാക്കി നമ്മളൊരു വീടുണ്ടാക്കുന്ന അതൊന്നും ഉദ്ദേശിക്കരുത്. ഭവനം എന്ന് പറയുന്നതിന് വളരെ അർത്ഥമുണ്ട്. അതിന് ഭവനം എന്ന് പറയുന്നത് ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ എല്ലാം കൂടെ കൂടിയിരിക്കുന്ന സ്ഥലത്തെ അനുഗ്രഹങ്ങൾ, ആ ഒരു എന്താണ് പറയുന്നത്, അനുഗ്രഹം അല്ലെങ്കിൽ ആ സന്തോഷം, അതാണ് ഭവനം എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നു, നമ്മൾ യഹോവ വീട് പണിതില്ലെങ്കിൽ നമ്മൾ വെറുതെ അധ്വാനിക്കുകയാണ്, ഒരു പ്രയോജനമില്ല. പ്രാർത്ഥനയിലെ യാതനയും കൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭവനം കർത്താവ് തന്നെത്താൻ പണിത് തരും. രണ്ടാമതായിട്ട് പറയുന്നത്, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. എന്തൊരു സത്യം! നമുക്ക് നമ്മളെ തന്നെ കാക്കുവാൻ കഴിയുമോ? ഇവിടെ ഇരിക്കുന്നവരെല്ലാം വണ്ടികളിലും സ്കൂട്ടറുകളിലും എല്ലാം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. പലരുടെയും ജീവിതത്തിൽ പല സമയത്തുണ്ടായിരിക്കാം, നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നു, ക്രോസ് ചെയ്യുന്നു, ഇവിടുന്ന് വണ്ടി വരുന്നു, ഒരു പക്ഷെങ്കിൽ അത് തട്ടി മാറ്റുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഈ പേപ്പർ എടുത്ത് നോക്കിയാൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണാം ആക്സിഡന്റുകളും മരണങ്ങളും മാത്രമാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പറയുവാൻ പറ്റുമോ, ഞാൻ സ്വന്തമായിട്ട് ഞാൻ നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല ആർക്കും പറയാൻ പറ്റുമെന്ന്. നാം ഇന്നിവിടെ നിൽക്കുന്നത് കർത്താവ് നമ്മളെ കാക്കുന്നത് കൊണ്ടാണ്. ഇന്നൊരു പട്ടണം, നമ്മുടെ ദേശം ഇന്ന് നിലകൊള്ളുന്നുണ്ടെങ്കിൽ കർത്താവ് കാക്കുന്നത് കൊണ്ടാണ്. ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം പലതരത്തിലുള്ള അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് നമ്മൾ താമസിക്കുന്ന വില്ലേജ്, നമ്മൾ താമസിക്കുന്ന ടൗണ്, നമ്മുടെ ദേശം വീണ്ടും ഒരുപാട് വരെ ഇത്രയും നാം നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നിവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവർ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിൽ കർത്താവ് നമ്മളെ കാക്കുന്നു എന്ന പരിപൂർണമായ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് നാം പറയുന്നത്, കർത്താവ് പറയുന്നത്, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കും, നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിനം പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ, തൻ്റെ പ്രിയനോ അവൻ അത് തുറക്കത്തിൽ കൊടുക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വെറുതെ കിടന്ന് കഷ്ടപ്പെടേണ്ട. കഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകലെന്നല്ല ഇതിന് അർത്ഥം. നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ മനസ്സിനെ പല രീതിയിൽ കൊണ്ട് നടന്ന് ചിന്തിച്ചുകൊണ്ട് പോകുന്നു, ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ഞാൻ ഇന്ന് അത് ചെയ്യും, ഇന്ന് ഞാൻ നാളെ അത് ചെയ്യും എന്ന് വളരെ പ്രയാസപ്പെട്ട് നാം ഓരോ ദിവസം അഹോവൃത്തി കഴിക്കുവാൻ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കും, നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ, തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. നമ്മൾ ഇന്നലെ വ്യക്തമായിട്ട് രാവിലെ എണ്ണീച്ച് പണിക്ക് പോകുന്നു, കാര്യങ്ങളൊന്നും ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണമില്ല. നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഒന്നും തന്നെ കൂടുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അധ്വാനിച്ച് അത് കൊണ്ടുവരുന്നു, നമ്മൾ തിന്നുന്നു, കുടിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ഈക്വലായി പോകുന്നു. നമുക്കൊന്നും സേവിങ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ ഇരിക്കുന്നു. സങ്കീർത്തനകാരൻ പറയുന്നത്, തൻ്റെ പ്രിയനോ അത് അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. തൻ്റെ പ്രിയൻ ആരാണെന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്ക് എങ്ങനെ കർത്താവിൻ്റെ പ്രിയനാകാം? ബൈബിൾ പറയുന്നത് കർത്താവിന്റെ പ്രിയൻ എങ്ങനെയാകുവാന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ വചനങ്ങളെ ആദരിച്ച്, കൽപ്പനകളെ ആദരിച്ച് മുന്നോട്ട് പോകുന്നവൻ കർത്താവിന് പ്രിയമുള്ളവരാകും. കർത്താവ് പറയുന്ന വഴിയിൽ കൂടി നാം നടന്നാൽ ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. ഇന്ന് പോലെ ഒന്ന് വരണേ, നമുക്ക് കുറച്ച് പണിയുണ്ട്, നമുക്ക് ചെയ്യാം. അത് അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമ്മുടെ ബുദ്ധിയെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവസ്ഥയല്ല, ഒന്ന് വ്യവസ്ഥ ചെയ്താൽ കർത്താവ് നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഉറക്കത്തിൽ തന്നെ നമുക്ക് തുറന്നു തരും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലർക്കും സംശയങ്ങളുണ്ടാകും, ഇതിങ്ങനെ സംഭവിക്കാം, തീർച്ചയായും സംഭവിക്കാം. ഇതെന്റെ ജീവിതത്തിലുള്ളതാണ്. ഉറക്കത്തിൽ കിടക്കുന്നിടത്തുനിന്ന് വിളിച്ചോണ്ട് പോയി ജോലി തന്നിട്ടുണ്ട്. 5 പൈസ ഇല്ലാതിരുന്ന സമയത്ത്, പിന്നെ ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു ജോലിക്ക് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരുടെ അടുക്ക പോയിട്ട് 100 രൂപയുടെ പണി കിട്ടാത്ത അവസ്ഥയിൽ മനസ്സ് ഫെഡപ്പായിട്ട് അവിടെ പോയി കിടന്ന സമയത്ത് ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എന്തോ ഈ നാളെ വാടക കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു.
മനസ്സ് ശരിയായ രീതിയിൽ പൊട്ടി പ്രാർത്ഥിക്കും. മറ്റേത് പരീക്ഷന്റെ ജൽപ്പനം പോലെ ഇന്നും പ്രാർത്ഥിക്കും, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. അതൊന്നും പ്രാർത്ഥനയല്ല, ജൽപ്പനങ്ങൾ മാത്രമാണ്. ആത്മാവിൽ കരഞ്ഞുകൊണ്ട് മനസ്സ് പൊട്ടി കണ്ണുനീരോടുകൂടി കർത്താവിനെ അവിടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമിടുന്നവനും ഉറക്കത്തിൽ എനിക്കും നിനക്കും തരുന്നതുമായ ഒരു കർത്താവ് നമ്മുടെ ഇടയിലുണ്ടെന്ന് നാം ചിന്തിച്ചു കൊള്ളുക. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പരിപൂർണമായ സറണ്ടർ ചെയ്ത ഒരു ഹൃദയത്തോടു കൂടി ഒരു കരയുന്ന അവസ്ഥയിൽ മനസ്സ് പൊട്ടിക്കൊണ്ട് കരഞ്ഞ, രട്ടിലും വെണ്ണീരിലും എടുത്തിരുന്ന ദാവീദ് കരഞ്ഞെന്ന് പറഞ്ഞ പോലെ ഒന്ന് കരയുവാൻ നാം തയ്യാറാണെങ്കിൽ നമുക്ക് ഉറക്കത്തിൽ തരുന്നവനായി നമുക്ക് പ്രാർത്ഥന തരുന്നവനായ കർത്താവാണ് മറുപടി. പരിശുദ്ധ വേദപുസ്തകം പറയുന്നു, നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഇത് പറയാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസംഗവും പൂർണ്ണമല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ഈ വചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. പറയുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഈ 66 പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാലത്തെ കുറിച്ചാണ്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. അതിനർത്ഥം ഇന്ന് നമ്മൾ ഈ വചനത്തിലെ വാക്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, പറയുന്നവരുണ്ട്, പ്രഘോഷിക്കുന്നവരുണ്ട്. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അവർ ഭാഗ്യവാന്മാരാണ്. അപ്പൊ ഈ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് പരിപൂർണമായും സത്യമാണ്. ലാസ്റ്റിൽ പറയുന്നത് കർത്താവ് എന്ത് പറയുന്നു? അവൻ പിന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നത് സമയം അടുത്തിരിക്കുന്നു, ഈ പുസ്തകത്തിലെ വചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. കർത്താവിന്റെ വരവ് സമാഗതമാണ്. ഇത്രയും നാളും നമ്മൾ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. മനം തിരിയുവാൻ തക്കൊണ്ട് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത് പോലെ കർത്താവിന്റെ സമയം അടുത്തിരിക്കുകയാണ്. സമയം അടുത്തിരിക്കുക, മാനസാന്തരപ്പെടുവീൻ. മനസ്സിലെന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് നാം എല്ലാവരും വീണ്ടും നിരപ്പ് പ്രാപിച്ച് കർത്താവിന്റെ 2ാമത്തെ വരവിൽ നാം എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുങ്ങുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാചനത്തിൽ പോകുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്ന യേശുസ് നാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ. പരിശുദ്ധാത്മാവെ സാക്ഷ്യം പറഞ്ഞ ഓരോരുത്തർക്കായി അവരുടെ വിഷയങ്ങൾക്കായി വെച്ച് ഓരോ കാര്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ 26 ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. എല്ലാവരും സമർപ്പിക്കും യേശുനാമത്തിൽ തന്നെ. ഒരു വചനം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം. ചന്ദ്രങ്ങൾ ബൈബിളുണ്ടോ കയ്യില്? അതെന്താ? അല്ലാതെ ഞായറാഴ്ച കയ്യിൽ കൊണ്ടുവരാറുണ്ടോ? ബൈബിൾ കൊണ്ടുവരും. ഒരു പക്ഷെ വേറെ ആരും ബൈബിളിൽ എത്ര ഉണ്ടോ? എല്ലാരും ബൈബിളുണ്ടല്ലോ കയ്യില്? ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവിടെ മേൽ. അത് ആദിയിൽ എന്ന് പറഞ്ഞ മാളിക മുറിയുടെ അനുഭവം. പ്രവർത്തന ആരംഭം അവിടെ അല്ലേ? നല്ലൊരു വചനമാണ്. ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേൽ. കുറെ സമയം മാത്രമേ ഉള്ളൂ. ഫ്രണ്ടി വരാം, ഇരിക്കുന്നവർ ഇരിക്കാം, നിൽക്കുന്നവർക്ക് നിങ്ങൾ ഫ്രീഡം തന്നിരിക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രാപിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവില്ലാതെ ഒന്നും നടക്കുകയില്ല.
നമ്മൾ പറഞ്ഞില്ലേ പൈസ ഇല്ലാതെ ഒന്നും നടക്കുകയില്ല, അതുപോലെ പരിശുദ്ധാത്മാവില്ലാതെ ഒന്നും നടക്കുകയില്ല. എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ. ഒരു കരുപോലെ കാത്തീരേ നന്ദി, അത് ചിതയാവൾ ചേർത്തീരേ നന്ദി. ഒരു കരുപോലെ കാത്തീരേ നന്ദി, അത് ചിതയാവൾ ചേർത്തീരേ നന്ദി. യവനേശ്വരേ യവനേശ്വരേ, ഇന്നാൾ വരെയിൽ യവനേശ്വരേ, ഇന്നാൾ വരെയിൽ ഉദവിനീരേ. പരിശുദ്ധാത്മാവിന്റെ ചിറക് നിങ്ങളുടെ മേൽ തൊടും. ഒരു കരുപോലെ കാത്തീരേ നന്ദി, അത് ചിതയാവൾ ചേർത്തീരേ നന്ദി. ഒരു കരുപോലെ കാത്തീരേ നന്ദി, അത് ചിതയാവൾ ചേർത്തീരേ നന്ദി. അർത്ഥം ദിനപ്രതി എനിക്ക് ആവശ്യമെല്ലാം ഒരുക്കുന്ന ദൈവത്തിന് നന്ദി. ഇന്നത്തെ ആവശ്യം ഇന്ന് എല്ലാം തന്നു, നാളത്തെ ആവശ്യം നാളെ എല്ലാം തരും. അതാണ് ഇതിന്റെ അർത്ഥം. ദേവകൾ യാവയും ഉന്നരം നൽകിയല്ലോ. ഭാഷ പറയുമ്പോൾ നിങ്ങളുടെ വീടുകൾ മുഴുവനും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുക ഇവിടെ. കാരണം വിശ്വസിക്കുന്നവരാൽ ഈ വകയിൽ അടയാളം.
കാത്തീരേ നന്ദി, അത് ചിതയാമൽ ചേർത്തീരേ നന്ദി, ഒരു കരി പോലെ കാത്തീരേ നന്ദി, അത് ചിതയാമൽ ചേർത്തീരേ നന്ദി. അന്റെ ജ്ഞാനെ ദേവകൾ യാവയും ഉദരം നൽകിയതേ. അഭിഷേകത്തിന് ഒഴുക്ക് ചിതരമേ. അന്റെ ഗാനം ദേവകൾ യാവയും ഉദരം നൽകിയതേ. ഒരു കരി പോലെ കാത്തീരേ നന്ദി, അത് ചിതയാമൽ ചേർത്തീരേ നന്ദി, ഒരു കരി പോലെ കാത്തീരേ നന്ദി, അത് ചിതയാമൽ ചേർത്തീരേ നന്ദി. യവനേസരേ, യവനേസരേ, ഇന്നാൾ വരയിൽ നടത്തിനീരേ. യവനേസരേ, യവനേസരേ, ഇതുവരെയിൽ നടത്തിനീരേ. നന്ദി, 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 നന്ദി. അന്തല വൈഡല വൈഡല വൈഡ, ജീവന വൈഡല വൈഡല വൈഡ, ജീവന വൈഡ വൈഡല വൈഡ, വൈഡല വൈഡ വൈഡല വൈഡ, ദുരവര വൈഡല വൈഡല വൈഡ, ജീവന വൈഡല വൈഡല വൈഡ, ജീവന വൈഡ വൈഡല വൈഡ, ജീവന വൈഡ വൈഡല വൈഡ. എല്ലാ വീട്ടിലും ഇറങ്ങി വാ, എല്ലാ ഉള്ളിലും ഇറങ്ങി വാ. യേശപ്പാ, യേശപ്പാ, യേശപ്പാ. ഒരു പുതിയ ശക്തി നിങ്ങളുടെ മേൽ. ഒരു പുതിയ ശക്തി ആരോ ഏറ്റെടുക്കുന്നു. അന്തരിക്കാന് ദേവകൾ യാവയും ഉങ്കരം നൽകിയതേ. വൈഡല വൈഡല രീവല വൈഡല നൗഡല രീവല വൈഡല രീവല രീവ രീവല. ഒരു അഭിഷേകത്തിൽ നിങ്ങളുടെ വീടുകളിൽ, ഒരു അഭിഷേകത്തിൽ നിങ്ങളുടെ വീടുകളിൽ ഇതാ ഇറങ്ങി വരുന്നു. ആലയത്തിൽ ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ നിന്നെ ഉയർത്താനുള്ള നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരിക. Yes. ഒരു പുതിയ അനുഭവം ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ഏയ്, ഇറങ്ങട്ടെ. Yes. ഇറങ്ങട്ടെ. ശക്തി ഇറങ്ങട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. ഇറങ്ങട്ടെ തീ അഭിഷേകം.
ഇവളെ കൊണ്ടുപോ അങ്ങനെ കൊണ്ടുപോ. ദാദര ദീദര വൈഡല വൈഡല ഗൗഡല ഗൗഡല ദീവന വൈഡല 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 ഗൗഡല ഗൗഡല ദീവന വൈഡല ദീവന വൈഡല വൈഡല ദീവന വൈഡല വൈഡല യേശുവിന്റെ തീരിനെ മൂടിക്കഴിഞ്ഞു. തീ മൂടിയാൽ നീ ജയിച്ചു നഷ്ടം. വൈഡല 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 ദീവന വൈഡല വൈഡല ദീവന വൈഡല 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 ദീവന വൈഡല വൈഡല അഗ്നി 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 അഗ്നി. ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഇന്ന് രാവിലെ അതിരാവിലെ എനിക്കൊന്ന് 2:30 മണി സമയമായിരിക്കും. ആ 2:30 മണി ആയ സമയത്തിൽ ഞാനൊരു കാഴ്ച കാണും. ഒരു വലിയ ഓടിട്ടൊരു ഭയങ്കര പൊക്കമുള്ള ഓടിട്ട വീട്. ഓട് തന്നെ ഒരു പട്ടി ഇത്ര പൊക്കം വരും. വെള്ള ചുമന്ന നിറവും പട്ടി. നാക്കിരി നീളം വരും. അത് ഓടുന്ന കണ്ട ഇങ്ങനെ കടുവ തോറ്റു പോകുന്നു. എല്ലാ സ്പീഡ് അത് ഓടി ഈ വീടിന്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ ഫൈറ്റ് പോകുന്ന പോലെ. ഞാൻ നോക്കി 50 അടി പൊക്കത്തിന് മേളിൽ ഇത് എങ്ങനെ മേളിലോട്ട് പോയി കുതിച്ചു പോകും. ഭയങ്കര സ്പീഡാ. ആ വീടിന്റെ മണ്ടയ്ക്ക് ഒരു മരത്തിന്റെ മണ്ടയിൽ കൂടെ അപ്പുറത്ത് ചാടി പോവുക. ഒരു ഭയങ്കര സംഭവം. അത് കഴിഞ്ഞിട്ട് എന്ത് അറിയാമോ, ഞാനൊരു മതിൽ കെട്ടിനകത്ത് നിൽക്കുക. അതേ പട്ടി അവിടെ നിന്ന് ഇങ്ങനെ സ്പീഡാ വരിക. അപ്പൊ എനിക്ക് ഈ മതില് ചാടി അപ്പുറത്ത് ചാടണം. ചാടി എന്നത് അവിടെ വരും. അപ്പൊ ഞാൻ ഈ ചവിട്ടി കയറുമ്പോ എന്നെ നേരെ വന്നത് ചരിഞ്ഞ് അപ്പുറത്തെ കൂടെ മതിൽ കൂടെ. അതിലൊന്നും ഒരു പുല്ലിന്റെ വിലയില്ലായിരുന്നു. ചാടി അപ്പുറത്തൊരു പോക്കും. കാരണം ഞാൻ ലേറ്റായി കിടന്നതുകൊണ്ട് എനിക്ക് എണ്ണിച്ചത് പെട്ടാൻ പറ്റിയില്ല. ടയർഡായി അസ്വസ്ഥ. ഞാൻ രാവിലെ എണ്ണിച്ച് ഇരിക്കണ്ടായോ. അതിന് ഹോസ്പിറ്റലിൽ വിളി വന്നു. അവിടെ ഇവിടെ വന്നു. പിന്നെ അവിടെ പോയി. ഇപ്പൊ ഞാനിവിടെ മുട്ടിൽ നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? ആരെല്ലാം കണ്ടു? കണ്ടല്ലോ. 2 കണ്ണ് ഞാൻ കീറി കയ്യിലെടുത്തു. ഞാൻ കരിക്കാനൊന്നും പോയില്ല. 2 കണ്ണ കീറി കയ്യിലെടുത്തു. ഇപ്പൊ അതിന് കണ്ണ് കാണാൻ തല നിരത്തിലിട്ടിങ്ങനെ തലയെ കുത്തി മറിഞ്ഞ നടക്കുക. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്തിനാ അത് കരിക്കാതെന്നറിയാമോ? ഇനി എന്നോടോ എന്റെ സഭയിലോ എന്റെ മക്കളിലോ, മനസ്സിലായില്ലേ, സഭയാകുന്ന കുടുംബത്തിലോ
പരിപാടി ഇവിടെ വേണ്ട. വേറെ സഭ കണ്ടെത്തി ഇനി വിഷയമല്ല, ഇവിടെ വേണ്ട ഇനി. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ ദൂതരുണ്ട് കാവലായി. ഉള്ളങ്കാരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. എന്റെ കൂടെ എത്ര റെഡി? വായി തുറന്നെല്ലാവരും. ഉള്ളങ്കാരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. ചേർന്ന് പറയാം. ഉള്ളങ്കാരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എൻ മുഖം പാടില്ല, ലജ്ജിതരായി തീരില്ല നിന്നിച്ചവരുടെ മധ്യയിൽ. എൻ മുഖം പാടില്ല, ലജ്ജിതരായി തീരില്ല നിന്നിച്ചവരുടെ മധ്യയിൽ. വരുംകാലം ഒക്കെയും എൻ തല ഉയർത്തി നടത്തിയിടുമെന്നവരെ. മുഖം പാടില്ല, ലജ്ജിതരായില്ല നിന്നിച്ചവരുടെ മധ്യയിൽ. വരുംകാലം ഒക്കെയും വെറ്റിയാണ്ടി ഏസി തുടങ്ങിയ വെറ്റിയാണ്ടിയെ ഓടിവാ, വെറ്റിയാണ്ടി ഓടിവാ, ഏസി തുടങ്ങുക. നിന്റെ കൊച്ചു മകന്റെ മേൽ ഒരു അഭിഷേകം വരുന്നു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എന്നാഥൻ വരവേ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എന്നാഥൻ വരവേ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എന്നെ നിറച്ചീടാം, കാത്തേ കാത്തേ നിന്നിടാം എൻ പ്രിയ പരനായി. പോകുന്നവർക്കായി എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അപ്പനും ഇല്ലാത്തവർക്ക് യേശു. ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കും. തീ, 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 തീ. വീട്ടിലേക്ക് യേശു ഇറങ്ങുന്നു. അവന്റെ കാഴ്ച കൊടുക്കണ്ട, നിന്റെ വീട്ടിൽ മുഖം പാടില്ല,
ഇറങ്ങണ്ടേ തീയഭിഷേകം ഇറങ്ങണ്ടേ ഇറങ്ങണ്ടേ കാട് കത്തും തീയെന്നും കത്തി 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 ഇറങ്ങി വാ എന്നെ വസ്തുവിൽ ഇറങ്ങി വാ ജയം ജയം വാങ്ങിയ വ്യക്തികൾ യേശു നിന്റെ തോട്ടത്തിൽ തീയിറക്കി അവരെ ചത്തു വീഴുകയാ വിട്ടവരെ കൊല്ലുകയാ നിന്റെ വസ്തു ഇറക്കി വാങ്ങുവാൻ ദൂതന്മാർ തട്ടിക്കൊണ്ടുവരുന്നതാ കൊച്ചുമകൻ അഭിഷക്തനായി യേശു അലങ്കരിക്കുന്നു കൊച്ചുമകൻ അഭിഷക്തനായി യേശു അലങ്കരിക്കുന്നു നിങ്ങളുടെ വീടുകളിൽ വെട്ടിവിടെ സത്രകൾ മൊത്തം വെട്ടി ഒരു തരവർ വെക്കാതെ വെട്ടി എന്നെ നന്നായി അറിയും എന്നെ നന്നായി പോലെന്നും എന്റെ പ്രാണനായകനേശു മോളെ വാങ്ങും യേശുവിനെ കൈ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ ഒരു ഭയങ്കര തീയഭിഷേകം സ്വന്തമാകുന്നു നീ തോറ്റവളെന്ന് പറഞ്ഞതിന് മുമ്പിൽ അവൻ നിനക്ക് വിശേഷ തൈകൾ കൈമാറുകയാണ് ഇത് അഘോരന്റെ നാടിയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അത് അഭിഷേക്തമാണ് കൊടുക്കുന്ന തീയഭിഷേകം ഫയർ The blood of Jesus fire right now. In the name of Jesus fire.
വരുന്നു. വാങ്ങ് സത്യവാങ്ങ് ദൈവമേ, ഇതാ അഭിഷേകത്തിന് വേണ്ടി ഇറങ്ങുന്നു. അഭിഷേകം ഇറങ്ങുന്നു. ഏത് തീ കട്ടയാക്കാൻ പോകുന്നുണ്ട്. മന്ത്രവാദികളെ കൊല്ലുവാൻ ഇത് വാങ്ങിന തീ പുറപ്പെടുകയാ. ഇറങ്ങട്ടെ. പരിശുദ്ധാത്മ അഗ്നി മൂടിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശുവേ നന്ദി. അഗ്നി മൂടിക്കൊണ്ടിരിക്കുന്നതിനായി ശത്രു ജയിക്കുന്ന തീ നിന്റെ സ്ഥാപനത്തിലും നിന്റെ വീട്ടിലും ബാങ്കിലും ഒരുപോലെ തീ അഭിഷേകം. നിന്റെ ശത്രുക്കൾ കുമ്പകുന്നാക്കാൻ പോകുന്നു. ആരോ ഏറ്റെടുക്കുന്നു. നിന്റെ ശത്രു കുമ്പകുന്നാക്കാൻ പോകുന്നു. അതെ പട്ടിയെ കരിച്ചുകളെ അത് വെട്ടിവിടെ ഇതിന് ഭർത്താവ് കൊന്ന് ഈ പാമ്പ ഈ പട്ടിയെ ആളത്തവിടെ. ഞാനും എന്റെ മകളും അവളുടെ ഭർത്താവും കൊടുത്ത തലമുറ ഞങ്ങൾ യേശു ആരാധിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ മുറിച്ചുവിടുന്നു. അവനെ കണ്ടിട്ട് ബലമില്ലാത്തവനായി അവന്റെ കാൽക്കൽ വീണു. അവൻ എന്നോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവൻ ആദ്യം മന്ദിയല്ലോ
മൂട് മൂട് വൈകിട്ട് ഊരിയത് വൈകിട്ട് ഊരിയത്. ആന്റി പോകരുത്, ഇവിടെ വാ. ഞാൻ ആരോട് പോകാൻ പറഞ്ഞിട്ടില്ല. മോളെ കൈ അങ്ങനെ നോക്കിവിടെ ഇങ്ങോട്ട്. ആ കൈ അങ്ങോട്ട് നോക്കിവിടെ. വലത് നീട്ടിപ്പിടി, അങ്ങോട്ട് നീട്ടിപ്പിടി. നിന്റെ കയ്യിൽ ഒരു സാധനം കൊണ്ട് ദൂതൻ ഏൽപ്പിക്കും. വെളിപ്പാടോട് കൂടെ നാം വായിച്ചത്, ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴും പ്പോഴേക്കും കൈ നീട്ടിപ്പിടി അങ്ങോട്ട്. മോളെ വായിച്ചു തരണേ. അതിന്റെ 11 മുതൽ വായിച്ചാട്ടെ. ദൂത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ എന്റെ അടുക്കൽ അയച്ചിരുന്ന 3 പുരുഷന്മാർ ഞങ്ങൾ പാർത്ത വീട്ടിന്റെ മുൻപിൽ. ഓ, നിങ്ങൾ പാർക്കുന്ന വീട് ഏതാ? നിങ്ങൾ പാർക്കുന്ന വീട് ഏതാ? അവിടെ എത്ര പുരുഷന്മാർ നിന്നിരുന്നു? 3 പുരുഷന്മാർ. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ വീടുകളിലുമാകാം. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ വീടുകളിലുമാകാം. ദൈവാത്മാവിന്റെ ഇടപെടൽ നോക്കണേ. അടുത്ത ലൈൻ കണ്ട, ഒന്നും സംശയിക്കാതെ. ഇവിടെ ആരോ സംശയിക്കുന്നുണ്ട്, അവരോട് ദൂതാണ്. ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ശക്തി, ആ ശക്തി പരിശുദ്ധാത്മാവ്. പോണ്ടി കഥ പറഞ്ഞല്ലേ, ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകുവാൻ ആത്മാവ് നിന്നോട് കൽപ്പിച്ചു കഴിഞ്ഞു. ഈ 6 സഹോദരന്മാരും എന്നോട് കൂടെ പോകുന്നു. ഇതിന്റെ കൂടെ 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്ന് അവൻ തന്റെ വീട്ടിൽ. ഓ അയ്യോ, ശൈലന്റെ എങ്ങനെ നിന്റെ വീട്ടിൽ ആര് ഇരിക്കുന്നുണ്ട്? ഇപ്പൊ ദൂതൻ നിൽക്കുന്നത് കണ്ട് എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിന്റെ മറുപേരുള്ള ശീമോനെ വരുത്തുക. അഭിഷേകം അകത്ത് വരണമെങ്കിൽ അഭിഷേകം ഉള്ളവനെ വരുത്തണം. ആരാ ഏറ്റെടുത്തത്? വീടാണ് ഏറ്റെടുത്തോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു. ഓടാ വീട്ടിൽ നിന്ന്, ഓടാ, അരയുന്ന അറുത്ത് തീരിടുക. ഇത് ഏലിയാവിന്റെ ദൈവത്തിനെ പുതപ്പെടുത്ത് ഇവിടെ തലയിലിടുന്നു. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, ഫയർ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. പാവുള്ളവർ മാത്രം. വെട്ടിപിടിയാണ്. എന്റെ പ്രിയ
കേൾക്കുവാൻ ശക്തി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. യേശുവ കണ്ട stomach റിബിയാസ് നിഹോലെ റെനബെ അറുത്തോട് വിടുകളെ അവൾ ഇട്ടേച്ച് പോട്ടെ വെട്ടി തന്നെ ഇട്. നമ്പർ 1 നമ്പർ 2 നമ്പർ 3 ഫീൽ ഓട്ടെ ശക്തിയെ മുറിച്ചവിടെ ആ കയ്യെ വെട്ടിവിടെ വെട്ടിയാണ് അറുത്തിട്ടതിനായി പാടപ്പെട്ടിയെ വെട്ടിയിട്ടത് പോലെ ശക്തി യേശുവിന്റെ രക്തത്തിന് ശക്തി ഇതാ പോകുന്നു യേശു ജയമെടുക്കുന്നു തന്റെ ശക്തിയോട് ജയമെടുക്കുന്നു പരിപൂർണമായി വെട്ടിയിടവൽ പരിപൂർണമായി ശക്തിയെ നശിപ്പിച്ചവിടെ തൊട്ടുകൊണ്ടേയിരിക്കുന്നു. എന്റെ അപ്പ ജനങ്ങൾ തൊട്ടുകൊണ്ടേയിരിക്കുന്നു. അവന്റെ മക്കൾ എങ്ങനെ തൊടാതിരിക്കും? അവന്റെ മക്കൾ എങ്ങനെ തൊടാതിരിക്കും? ഒരു ഭയങ്കര സംഭവമായി. ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ പണ്ടിരുന്ന പോലെ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. വിശ്വാസമുള്ളവന്റെ മേലെ എല്ലാം വരും. വ്യത്യാസം എങ്ങനെയുണ്ട്? ആ ഡാഡി ഒപ്പം ഉണ്ട്. എന്റെ കൊച്ചുമോനെ ഡാഡി തൊട്ടല്ലോ. ഓക്കെ നമുക്കത് വായിക്കാം. ദൂതൻ നിൽക്കുന്ന കണ്ടു എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അടുത്തത് നീയും മുഴുവനും സംസാരിക്കുമെന്ന് കണ്ടോ. അപ്പൊ ദൂതന്മാർ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിയില്ലാതെ വിശുദ്ധിയില്ലാതെ ദൈവത്തോട് സമയം സ്പെൻഡ് ചെയ്യാതെ ചുമ്മാ തീറ്റയും കുടിക്കും സമയത്തെ വേസ്റ്റാക്കുന്ന കൊണ്ട് ദൂതന്മാരെ കാണുന്നില്ല. അല്ലാതെ ദൈവത്തെ വൃത്തിക്ക് വിളിച്ചാൽ എല്ലാവർക്കും യേശുവെ കാണാൻ പറ്റും. മോളെ ഇങ്ങനെ കൈ കാടി അല്ലോ കൈ ഇങ്ങനെ നീട്ടാൻ പറഞ്ഞില്ലേ? എന്താ സംഭവിച്ചെനക്ക്? അഗ്നി പോലെ പ്രകാശം വരുന്നതായിട്ട് നിന്റെ കയ്യിലോട്ട് നോക്ക്. പോലെ എന്താ ആരായിരിക്കും നോക്ക്, കയ്യിലോട്ട് എന്താ തന്നിട്ട് നോക്ക്. യേശപ്പന് രണ്ടാമത്തെ പ്രാവശ്യം ചോദിക്കാൻ കാര്യമുണ്ടാ? അവിടെ ചെവിക്കകത്തോട് തീ കയറി പോകുന്നു. ഇവിടെ ചെവിക്കകത്തോട് തീ കയറി പോകുന്നു കർത്താവ് പറയുന്നു.
അഖിലെ ചുമ്മാ ഒന്ന് ആ വീണാനെ കൈയോട്ട് പിടിക്കാമോ? ചുമ്മാ പിടിച്ചാൽ മതി. ഈ കൈ കൊണ്ട് ഈ ആന്റിയെ പിടി. ആ മിനിയ ആ സിസ്റ്റർ പിടി. ചുമ്മാ പിടിച്ചാൽ മതി. ആ ആ അവളെ പിടിച്ചാൽ മതി. ഓക്കെ. പിടിച്ചാൽ മതി, പിടിച്ചാൽ മതി, ബാക്കി അവൻ നോക്കിക്കോളും. എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. മിനി സിസ്റ്ററെ ആ ആന്റിയെ പിടി. ആ കൈ കൊണ്ട് ആ ആന്റിയെ പിടി. ആ കൊച്ചിന്റെ കൈ ഒന്ന് പിടി. ചുമ്മാ പിടിച്ചാൽ മതി. ലീനയുടെ കൈയെ പിടിക്കൂ. ചെത്തിയാൽ ഒരു കൈ കൊണ്ട് അങ്ങനെ പിടിച്ചാൽ മതി. വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പകർച്ചയുടെ ആത്മാവ് ആകുന്ന തീ ആകുന്ന തീ ആകുന്ന തീ ആകുന്ന തീ പിന്നെ അല്ലാതെ ശേഖരന്റെ ആരോഗ്യങ്ങളെ തൊട്. ശേഖരന്റെ ആരോഗ്യങ്ങളെ തൊടുക. ചുമ്മാ തൊട്. അവന്റെ വസ്ത്രത്തിന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുമെങ്കിൽ എന്റെ കൂട്ടസഹോദരൻ ഞങ്ങൾ ഒരുമിച്ച് കൈകോത്ത് പിടിച്ചാൽ അഭിഷേകം വരുമെന്ന് വിശ്വസിക്കുമെങ്കിൽ സംഭവിക്കുമെന്ന്. ഒരു കരുപോലെ കാത്തീരേ നന്ദി, അത് ശിലയാമൽ തീരേ നന്ദി. ഒരു കരുപോലെ കാത്തീരേ നന്ദി, അത് ശിലയാമൽ തീരേ നന്ദി. ഒരു പരിശുദ്ധാത്മാവിന്റെ ദാഹം. ഭയങ്കര തീ സഭയെ മൂടിക്കൊണ്ടേയിരിക്കുന്നു. സുരേഷ് ബ്രദർ, നിന്റെ തോളിൽ ആര് കൈവച്ച് നോക്ക്. നിന്റെ ഇടത്തോളിൽ ആരെ കൈവച്ച് നോക്ക്. സുരേഷ് ബ്രദർ, നിന്റെ ഇടത്തോളിൽ ആര് കൈവച്ച് നോക്ക്. ഇന്നത്തെ വെളിപ്പാട് നിങ്ങൾക്ക്, ഇന്നത്തെ ആവശ്യമെല്ലാം ഇന്ന് തന്നെ അവൻ നിന്റെ കയ്യിൽ തരും. നീ ആരുമായിക്കോട്ടെ, ഞാൻ പറയാം, ഇന്നത്തെ ആവശ്യമെല്ലാം നിന്റെ കയ്യിൽ കൈമാറുക. എല്ലാം കൈമാറുക. ഏറ്റെടുത്തോ. എല്ലാം കൈമാറുകയാണ്. എല്ലാം കൈമാറുകയാണ്. വിശ്വാസമുണ്ടോ? 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 താങ്ക് യു. എല്ലാരും പോയിരുന്നാട്ടെ. കണ്ടോ, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് ഓർത്തു. ആ വാക്ക് ഓർത്തുന്ന ഈ ഹോളി സ്പിരിറ്റ് നമ്മുടെ അടുത്ത് വന്നാൽ അതൊരു പ്രത്യേകതയാണ്. ലൂക്കോസ് 1:67 എന്താ പറയുന്നു?
എങ്ങനെ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്. കണ്ടോ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ആരാ? അനുഗ്രഹിക്കപ്പെട്ടവൻ. ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ. കണ്ടോ, അരുളി ചെയ്തതുപോലെ. കണ്ടോ, വെളിപ്പാട് എന്ത് കറക്റ്റ് ആണെന്ന് അറിയാമോ? അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ. കണ്ടോ, നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ. ഇനി ആ 49 വായിക്കാമോ? ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ദൂത് ആരേറ്റെടുത്തു? ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവന്റെ നാമം പരിശുദ്ധം തന്നെ. യേശു ഇറങ്ങി വരുന്നു. എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ. അന്യഭാഷയിൽ അഭിഷേകത്തിൽ കൈതാളത്തിൽ അല്പസമയം അപ്പായി കഴിഞ്ഞു. എന്റെ അർത്ഥമറിയാമോ? ഞാനും എന്റെ വീടും എന്റെ വീട്ടിലുള്ള എല്ലാവരും ഞങ്ങൾ തോരാതെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന്. ഒരു കരിപോലെ കാത്തീരേ നന്ദി, അത് ചിരിയാമത്തീരേ നന്ദി. എന്റെ അപ്പ നിങ്ങളെ നോക്കുന്നു, നിങ്ങളുടെ മുഖത്ത് നോക്കുന്നു. എന്റെ അപ്പ നോക്കുന്നു. എന്നെ അന്വേഷിക്കുന്നുണ്ടോ? എന്നെ സ്തുതിക്കുന്നവനുണ്ടോ? എന്നെ ആരാധിക്കുന്നവനുണ്ടോ എന്ന് അപ്പ നോക്കുന്നപ്പോൾ ആരാധിക്കുന്നവനവൻ. ഭയങ്കര സാന്നിധ്യ സമയം മൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ മക്കളിൽ, ജീവിത പങ്കാളിയിൽ അവനെ കരം തൊടുകയാ.
അതിന് 17 കൂടെ വായിച്ചാട്ടെ. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ ആ. വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ ആ. അതേ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു. കൊടുത്തു. എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം കണ്ടോ, എങ്കിലും ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആർ. അപ്പ നിനക്ക് തരുന്നത് തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ വീടുകൾ നന്മ കൊണ്ട് നിറയണം, സമൃദ്ധി കൊണ്ട് നിറയണം, നിങ്ങൾ ശക്തികൾ നിറയണം, പരിശുദ്ധാത്മ നിറയണം. നീ കടം വാങ്ങുവാനുള്ളവനല്ല, കടം കൊടുക്കുവാനുള്ളവനാ. അടുത്തത് അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെ ആയാൽ ആ. ജാതികൾക്കും ആ. പ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇനി വെളിപ്പാട് 3-ന്റെ 1, 2, 3 വചനം വായിക്കണം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ആ ദൈവത്തിന്റെ 7 ആത്മാവും ആ 7 നക്ഷത്രമുള്ളവൻ അരുളിച്ചെന്നത്, ഓക്കെ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്. ആ എങ്കിലും നീ മരിച്ചവനാവുന്നു. അതെ, ഉണർന്നുകൊള്ളുക. ഉണർന്നുകൊള്ളുക, ചാവാനായി ശേഷിക്കുവാനെ ശക്തീകരിക്കുക. ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി ആ എന്റെ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണമായി കണ്ടില്ല. ആ അതിനാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് ആ അത് കാത്തുകൊള്ളുകയും കാത്തുകൊള്ളുകയും. മാനസാന്തരപ്പെടുകയും ചെയ്യുക. യെസ്. നീ ഉണരാതിരുന്നാൽ നീ ഉണരാതിരുന്നാൽ അഭിഷേകം അവനെ പോലെ വരും. വരും. ഏത് നാഴികയ്ക്ക് ആ. നിന്റെ മേൽ വരുമെന്ന് അറിയുകയുമില്ല. ആ. ഏത് നാളികെ നിന്റെ മേൽ വരും അറിയത്തില്ല. ആ ഉണർന്നുകൊള്ളുക. ആ എങ്കിലും ഉടുപ്പും മല്ലുമാകാതെ സ്തോത്രം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സതീശിട്ടുണ്ട്. ആ അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് പോയി. ജയിക്കുന്നവർ വെള്ള എടുപ്പ് ധരിക്കും. അവർ ജയിക്കുന്നവൻ വെള്ളം ഉടുപ്പ്. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയാതെ എന്റെ അപ്പോ എന്റെ പിതാവിന്റെ സന്നിധിയിലും ആ. എന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റു പറയും. ബിജുവേ ഒന്ന് ഫ്രണ്ട് വന്നില്ല, 2 നിമിഷം ബൈബിൾ അവിടെ വച്ചേച്ചു വാ. കൈ 2 നിമ്മൊത്ത പിടിച്ചു. ഈ വെളിപ്പാട് 22:11 ഒരു വാക്കുണ്ട്. നിങ്ങൾ എപ്പോഴാ വചനം വായിക്കണം? എന്താ വചനം വായിക്കുന്നു? അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. യേശു പറയുന്ന വാക്ക, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. അഴുക്കുള്ളവൻ ഇനിയും. അഴുക്കാടട്ടെ. ഓക്കെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ ശുദ്ധീകരിക്കട്ടെ. എന്റെ അപ്പോ വിശുദ്ധൻ ഇനിയും തന്നെ. ഇതെല്ലാം കേൾക്കുമ്പോ നമ്മളല്ലാതെ ചിന്തിച്ചു ഇഷ്ടമില്ലാത്ത ഗുണങ്ങളെല്ലാം ഇവന് തലയിൽ നിന്ന് ഇളകി ഇവൻ സുബോധം പ്രാപിച്ച് കർത്താവിന്റെ ശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ കൊർന്നേലിയസിനെ പോലെ ഇവനാകേണ്ടത്. അപ്പ ഇവനെ തൊടട്ടേക്കോ. എനിക്കറിയാം ചെവിക്കകത്തുള്ള ടൺ കണക്ക് തീ ഇറങ്ങും. കാറ്റിലും തലവോട്ടിയിലും ചിന്തയും. ആ ആ ഒരു കാര്യം സഭയിൽ പറയാം, പരിശുദ്ധാത്മാവില്ലാത്ത നീ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ചുമ്മാ ഈ കന്നാലി നടന്ന് ജീവിക്കല്ലേ. ചോറ് തീറ്റിയും കാപ്പിയും കുടിച്ച് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിത്യ ജീവൻ. ജഡം മണ്ണുകൊണ്ട് തീരും. ആത്മാവ് കളയാതെ സൂക്ഷിക്കൂ, വിശുദ്ധിയോടെ ജീവിക്കൂ. ലോകത്തിന്റെ പോക്ക് ഭയങ്കരമധികം മക്കളെ. നിങ്ങൾ തിരിച്ചറിയും. പരിശുദ്ധാത്മാവിലാണ്, ശക്തിയില്ല. യേശുവിനെ തുടർന്നിപ്പോൾ നിന്നെ ഫ്രണ്ട് വിളിക്കാൻ കർത്താവ് പറഞ്ഞു, ഒന്ന് നിർത്താൻ പറഞ്ഞു.
ശക്തി വാങ്ങ്, ശക്തി വാങ്ങ്. ആ ആ ആ ഇവന്റെ തലയിൽ നിന്ന് മന്നത ഇളകി മാറട്ടെ. ഇവന്റെ തലയിൽ നിന്ന് മന്നത ഇളകി മാറി ശരീരം മുടുക്ക് വരിഞ്ഞും മുറുക്കി കെട്ടി വച്ചിരിക്കുന്ന അവന്റെ അപ്പന്റെ വീട്ടിലുള്ള പോരുകൾ വെട്ടി അറുത്ത് വിടുന്നു. അവന്റെ അപ്പനെ ഭരിക്കുന്ന ശക്തി ഇവനെ തൊടാതെ തീ കൊണ്ട് വേലിയടയ്ക്കുന്നു, തീ കൊണ്ട് വേലിയടയ്ക്കുന്നു, വേലിയടയ്ക്കുന്നു. ശക്തി ശക്തി ശക്തിയുടെ മൂടട്ടെ, മൂടട്ടെ. യെസ് യെസ്. വെട്ടിവിടാതെ അറുത്ത് വിട്, അറുത്ത് വിട്. യേശപ്പ അറുത്ത് വിട്, അറുത്ത് വിട്. എല്ലാ കൈകളും ഉയർത്തിക്കൊണ്ട് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഒരു സമാധാനത്തിന്റെ പ്രാവ് അവനെ സ്നേഹിക്കുന്ന മക്കളെ മേൽ ഇറങ്ങി വരികയാണ്. ഒരു വെള്ളപ്രാവ് ഗോൾഡുകളെ നിറത്തിച്ചിലെ മേൽ ഇറങ്ങി വരുന്നു. അവന്റെ സമാധാനത്തിന്റെ മേൽ സമാധാനവും സന്തോഷത്തിന്റെ മേൽ സന്തോഷവും അവന്റെ മക്കളുടെ ഉള്ളിൽ ഹൃദയങ്ങളിൽ അത് കൈമാറിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ മക്കളെ ഞാൻ അറിയും, എന്റെ മക്കൾ എന്നെയും അറിയും. ആ സമാധാന പ്രഭു ദുഃഖത്തെ മാറ്റിക്കളയുന്നവൻ, വേദനകളെ മാറ്റുന്നവൻ, നിരാശകളെ മാറ്റുന്നവൻ തന്റെ മക്കളുടെ മേൽ ഇറങ്ങി വരികയാ. അവന്റെ സാന്നിധ്യത്തിൽ മൂടിക്കൊണ്ടേയിരിക്കുന്നപ്പോൾ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ എല്ലാവരെയും സമർപ്പിക്കുന്നു, അവരുടെ വിഷയങ്ങൾ സമർപ്പിക്കുന്നു. കൃപത്തിനായി സ്തോത്രം. കുറിവാറ്റിലേക്ക് വരാം. ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദ്യം നമ്മുടെ എന്ന പോലെ അവരുടെ മേലുമാണ്. വിശ്വാസമുള്ളതിന്റെ മേലെല്ലാം ഇപ്പോഴും സമർപ്പിക്കും. ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണു അടങ്ങിയിരിക്കും. കർത്താവ് നല്ല സമയത്തിനായി സ്തോത്രം. ഈ കൊണ്ടുവന്ന ജനങ്ങൾക്കായി സ്തോത്രം. നല്ല പാട്ട്, പ്രാർത്ഥന, നല്ല സാക്ഷ്യം, നല്ല സങ്കീർത്തനം, നല്ല വചനം എല്ലാം തന്നതിനായി സ്തോത്രം. പുതിയതായിട്ട് വന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് സുരേഷ് പറഞ്ഞ ഇളയ മകൻ ഒരു അഭിഷക്തനാകാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ സുജ ആൻറ്റിയെ അനുഗ്രഹിക്കണം, അവരുടെ മകളെ അനുഗ്രഹിക്കണം. സഭയുടെ പുതിയ കുടുംബങ്ങളെ വന്നിരിക്കുന്നുണ്ട്, ബലപ്പെടുത്തണം. ഇനി വരുവാനുള്ളവരുണ്ടല്ലോ, അവരെയും ബലപ്പെടുത്തണം. നാം എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ശക്തിയോടെ ഒന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇന്ന് ഈ വിശുദ്ധ ദിവസത്തെ എതിരായ സമയം ഇവിടെ എല്ലാവർക്കും കടന്നുകൂടാൻ സമയത്തിനായി സാധിക്കാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെയും ആരാധനയൊക്കെ ഭംഗിയാക്കി തന്നതിനായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോ ദിവസത്തെയും വിഷയങ്ങളെല്ലാം അവിടെ അറിയുന്നത്. കർത്താവെ, പല ഭവനങ്ങളിലായി ഉള്ളവർ ഇന്ന് ഒത്തുകൂടുന്നതിന് സാധിച്ചതിനായി സ്വാഗതം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രയോജനങ്ങളെല്ലാം അവിടുന്ന് തരുന്ന അനുഗ്രഹമാണ് ഞങ്ങൾ അറിയുന്നത്. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പല ഭവനങ്ങളിലായി കഴിഞ്ഞവർ ഇന്നോട് ഒത്തുകൂടി തിരിച്ചു പോകുന്ന സമയമാണല്ലോ. കർത്താവെ, വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, തിരിച്ചു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിന്റെ മക്കളായിട്ടുള്ളവരെ കാണണേ. കർത്താവെ,
രക്ഷിക്കപ്പെടാനുള്ള രക്ഷിക്കപ്പെടണം, സ്ഥാനമേറ്റ് രക്ഷിക്കപ്പെട്ട ആൾക്കാരൊക്കെ ധാരാളം നമ്മുടെ സഭയിലുണ്ട് കർത്താവ്. അതെല്ലാം അവിടുന്ന് അറിയുന്ന കർത്താവ്. അവരെല്ലാം കൂട്ടി യോജിപ്പിക്കണ കർത്താവ്. നമ്മുടെ സഭാ ശക്തിയോടെ മുന്നോട്ട് പോകാനൊക്കെ ആശ്രയം കുടുംബത്തെയും ബലപ്പെടുത്തുന്ന കർത്താവ്. ഞങ്ങളുടെ ആരാധനയൊക്കെ ഭംഗിയാക്കി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അന്ന് ജനതകളെല്ലാം തൃപ്തിപ്പെട്ട് തിരിച്ചു പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൂരത്തുനിന്നൊക്കെ വന്ന എല്ലാവർക്കും രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിദേശ രാജ്യത്തൊക്കെ താമസിച്ച് ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കും, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവരുടെ ആവശ്യങ്ങളൊക്കെ കൂടി ഇരിക്കണേ കർത്താവ്. കർത്താവ് യുവാപ്രായത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇതെല്ലാം അവിടുത്തെ ദാനമാണല്ലോ കർത്താവ്. അവിടുന്ന് തന്നെങ്കിൽ മാത്രമേ ഇതെല്ലാം ഞങ്ങൾക്ക് നേടാൻ സാധിക്കൂ ഞങ്ങൾ അറിയുന്ന കർത്താവ്. ഞങ്ങളുടെ ഓരോ ഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ ബലങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ്. ദൈവത്തിന്റെ കരുണയാണ് ഞങ്ങളുടെ ജീവിതം എന്ന് ഞങ്ങൾ പറഞ്ഞത് കർത്താവ്. ചെറുപ്രായത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അത് നിങ്ങളൊക്കെ ചെറുപ്രായത്തിലെ അനുസരണമുള്ള കുട്ടികളായി ദൈവഭയത്തോടെ മുന്നോട്ട് പോകുന്നതിന് അടുത്ത സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൂത്ത് മീറ്റിംഗ് നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. എന്തുകൊണ്ടും സഭ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി രാജവക്കലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടുത്ത കാലത്ത് പരിചയപ്പെട്ടെങ്കിലും നമുക്ക് നല്ല വിശ്വസ്തനായ ഒരു സുഹൃത്തും നമ്മുടെ വൈദ്യരായി ഇദ്ദേഹത്തെ കാണുന്ന കർത്താവ്. കുടുംബത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ്. അവർക്ക് യാതൊരു സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ സാന്നിധ്യം വേണം കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. അനുസരണമുള്ള കുട്ടിയായി സമാധാനവും ശാന്തിയും കൂടി കർത്താവ്. ഒടിഞ്ഞ സമാധാനമില്ലാത്ത ലോകത്താണ് ജീവിക്കുന്നത്. ഓരോ ദിവസവും യുദ്ധം, ക്ഷാമം, ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ കർത്താവ്. സമാധാനവും ശാന്തിയും ഞങ്ങൾക്ക് അയച്ചു തരണേ കർത്താവ്. അവിടുത്തെ ദിവ്യ സമാധാനം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനെ കൊണ്ട് ഞങ്ങൾക്ക് കഴിവും ബലവും തരണേ കർത്താവ്. ഞങ്ങൾ പിരിഞ്ഞു പോകാത്ത ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങളുടെ കുടുംബമായിട്ട് ഓരോരുത്തരും പോകുന്നു. അവിടെ എല്ലാ അബദ്ധങ്ങളും പിടിവെച്ച വാഹനത്തിലും യാത്രയിലെല്ലാം സുഖമായി ഞങ്ങളെ തിരിച്ചുകൊണ്ട് പതിനെത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിയങ്ങളുടെ പ്രാർത്ഥനകളുടെ സ്തോത്രം. അടിയങ്ങൾ താഴ്മ അപേക്ഷിച്ചൊക്കെ ഉണ്ടാകുമാറാകണമേ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മെ തൊട്ടതിനായി സ്തോത്രം ചെയ്യാം. മാനിച്ചതിനായി സ്തോത്രം ചെയ്യാം. നല്ല സാക്ഷ്യം തന്നതിനായി സ്തോത്രം ചെയ്യാം. നല്ല സംഗീതം തന്നതിനായി സ്തോത്രം ചെയ്യാം. വചനം തന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാത്തിനും കൃപയോട് നടത്തിയതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരെയും തൊട്ടതിനായി സ്തോത്രം ചെയ്യാം. അവരവരുടെ വീടുകളിൽ അവരവരുടെ വിഷയങ്ങളിൽ കരം ഇറങ്ങിയതിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ സ്നേഹവും തന്ന സമാധാനവും പരിശുദ്ധാത്മാവിന്റെ എന്റെ മക്കളോടും സഭയോടും എല്ലാവരും എല്ലാ വിഷയത്തോടും ഞങ്ങളുടെ പ്രേസൻസ് തന്നെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഏതെന്ന കർത്താവിന് സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. Email firegardenpta@gmail.com.